ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. മാഗി നൂഡിൽസ്. ഇന്ന് ഞാൻ ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും നൂഡിൽസ് ഉണ്ടാക്കാനൊക്കെ, പക്ഷേ ഒരു സ്പെഷ്യൽ നൂഡിൽസ് കുറച്ചുകൂടി നല്ല ടേസ്റ്റിലൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മാഗിയുടെ ഇതേപോലത്തെ ഒരു കുഞ്ഞു പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഒരു സാധാരണ പാക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, മാഗി തന്നെ വേണമെന്നില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളൂ, കാരണം ഒരുപാട് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇതൊന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ നിൽക്കും, ഇതേപോലെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല. ഒരു 3 മിനിറ്റൊക്കെ വേവിക്കുമ്പോൾ തന്നെ നൂഡിൽസ് നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിങ്ങനെ വെന്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ടിട്ടൊക്കെ വന്നോളും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസിൻ്റെ കൂടെ ഒരു മസാലയുടെ പാക്ക് കിട്ടും, അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മാഗിയുടെ ചിക്കൻ നൂഡിൽസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, പക്ഷേ ഇതിൽ ചിക്കനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മസാല കുറച്ചധികം ഉപ്പ് ഉണ്ട് കേട്ടോ, അപ്പോൾ ഉപ്പ് ഇത്ര വേണ്ടാന്ന് തോന്നുന്നവരൊക്കെ കുറച്ച് മസാല വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ മസാലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മാഗി നൂഡിൽസ് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നാൽ മതി കേട്ടോ, ഒരുപാട് വെന്തിട്ട് ഇങ്ങനെ ഒടിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നൂഡിൽസ് കഴിക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ നൂഡിൽസ് ഇതിൽ നിന്നൊന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ വേറൊരു പാത്രം എടുത്താലും മതി, നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നൂഡിൽസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വിട്ടിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസിലേക്ക് വേണ്ട ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഓയിൽ മതി, ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളകിൻ്റെ പകുതി ഞാൻ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതാണല്ലോ, അപ്പോൾ ഒരുപാട് എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ എരിവ് ഇട്ട് കൊടുക്കാം. ഞാനിത് മോൾക്കൊക്കെ കൊടുക്കുന്നതല്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ച് എരിവ് കുറച്ചിരിക്കുകയാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു പകുതി സവാള ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ എപ്പോഴും ചെറിയ സ്ലൈസായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് സവാളയൊക്കെ കടിക്കുമ്പോൾ വലിയ ടേസ്റ്റ് തോന്നില്ല. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ തന്നെ നന്നായിട്ട് വഴറ്റണം എന്നില്ല, ചെറിയൊരു ബൈറ്റായിട്ട് ഒന്ന് കടിക്കാൻ പറ്റണം, അപ്പോഴേ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴറ്റി കൊടുക്കാം, ഒരുപാട് വഴറ്റണ്ട, ചെറിയൊരു ബൈറ്റ് കിട്ടുന്ന രീതിയിൽ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ സവാള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പോർഷൻ്റെ മാഗി എടുത്തത് കൊണ്ട് തന്നെ ഇതേപോലെ ഒരു കോഴിമുട്ട മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് ചുഴറ്റിയെടുക്കാം. കോഴിമുട്ടയൊക്കെ സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണിൻ്റെയും പകുതി പെരിഞ്ജീരകപ്പൊടി, അതേപോലെ 1/4 ടീസ്പൂണിൻ്റെയും പകുതി മഞ്ഞൾപ്പൊടി. ഈ മസാലയൊക്കെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ മാഗിയുടെ ടേസ്റ്റ് അങ്ങനെ അങ്ങോട്ട് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂണിൻ്റെയും പകുതി ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണിൻ്റെയും പകുതി ചിക്കൻ മസാല, ഇത്രയാണ് ഞാനിവിടെ മസാലയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിൽ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടേ ഇല്ല, കാരണം നമ്മൾ പറഞ്ഞല്ലോ മാഗിയിൽ ഓൾറെഡി അത്യാവശ്യം നല്ല ഉപ്പ് ഉണ്ടാവും അതിൻ്റെ മസാല ചേർത്ത് കൊടുത്തതുകൊണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, വളരെ കുറച്ച് മതി, കാരണം കുറച്ചൊന്ന് കൂടിക്കഴിഞ്ഞാൽ മാഗിയുടെ ഉപ്പ് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പകുതി തക്കാളി ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ തക്കാളിയുടെ പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം തക്കാളി ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ മാഗിക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റായിട്ട് തോന്നാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ, ഗ്രീൻ പീസ് വേണമെങ്കിൽ അതേപോലെ ക്യാരറ്റ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരുപാട് പച്ചക്കറി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു പകുതി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ട് ഒരു അല്പം ഉപ്പ്
ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഒരു അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മാഗിയിലേക്ക് ചേർക്കാനുള്ള മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മാഗി ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ മസാലയുടെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ വരുമ്പം സാധാരണ കഴിക്കുന്ന മാഗിനേക്കാളും ഒത്തിരി ടേസ്റ്റാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ മാഗി ഒടിഞ്ഞു പോവാതെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഒടിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാഗി എന്നല്ല ഏത് നൂഡിൽസ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ റെഡി ആക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമുക്ക് ഇതിൽ വേഗം ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി ഭയങ്കര ഹെവി ആവണ്ടെന്ന് വിചാരിച്ച് ചേർത്ത് കൊടുക്കാത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം. താങ്ക്